നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രംപ് വിളിച്ചു പറഞ്ഞ് റെഡ് കാർഡ് മാറ്റിക്കാം, പക്ഷേ ഈ തോൽവി മാറ്റിക്കാൻ കഴിയാതെ പോയി USA. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഡ് കാർഡ് കിട്ടിയൊരു താരം തൊട്ടടുത്ത മത്സരം, ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ റെഡ് കാർഡ് കിട്ടിയൊരു താരം തൊട്ടടുത്ത മത്സരത്തിൽ കളിച്ചു. ഫ്ലോറിൻ ബലോഗൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് വിളിച്ച് അതൊക്കെ മാറ്റിച്ച് കളിക്കാൻ ഇറങ്ങിയിട്ട് ബെൽജിയം കൊടുക്കേണ്ടതങ്ങ് കൊടുത്തു. 3-4 ഗോളുകൾക്ക് USA തകർത്തെറിഞ്ഞുകൊണ്ട് ബെൽജിയം വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ബെൽജിയത്തിന് വേണ്ടി ഡിക്കെറ്റ്ലെയറും അതുപോലെ വനാക്കനും ലുക്കാക്കുവുമാണ് ഗോളടിച്ചത്. USA ആശ്വാസ ഗോൾ ടിൽമാൻ്റെ വകയായിരുന്നു. മത്സരത്തിൽ ക്രിസ്ത്യൻ പുലിസിച്ചും പിന്നെ കഴിഞ്ഞ കളിയിൽ റെഡ് കാർഡ് കിട്ടിയിട്ടും ഫിഫ എക്സെപ്ഷൻ കൊടുത്ത ബലോഗണും പിന്നെ സെർജിനോ ഡെസ്റ്റും മെക്കന്നിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് USA മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ, മറുഭാഗത്ത് ഡിക്കെറ്റ്ലെയറും ട്രൊസാഡും അതുപോലെ ലുക്കേബാക്കിയോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ബെൽജിയത്തിന് മുന്നേറ്റങ്ങൾ നയിച്ചത്. KDBയും അതുപോലെ തന്നെ അവരുടെ പ്രധാന താരങ്ങൾ ഇല്ലാതെ, ഡോക്കു ഒന്നും ഇല്ലാതെ ബെൽജിയം ഇറങ്ങി ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല. അവർ ആരും ശ്രദ്ധിക്കണം. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ ഡിക്കെറ്റ്ലെയറുടെ ബെൽജിയം മുന്നിലെത്തി. എന്നാൽ 31ാമത്തെ മിനിറ്റിൽ ടിൽമാൻ്റെ കിടിലൻ ഗോൾ അത് USA സമനില നേടാൻ സഹായിച്ചു, അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് ഗോൾ. എന്നാൽ 33ാമത്തെ മിനിറ്റിൽ ബെൽജിയം വീണ്ടും ഡിക്കെറ്റ്ലെയറിലൂടെ ലീഡ് പിടിച്ചു. അതായത് പുറകെ പോകാൻ തയ്യാറല്ല ഈ USA എന്നവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇടവേള സമയത്ത് 2-1 ബെൽജിയം മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ വനാക്കൻ്റെ ഗോൾ വിറക്കുന്നു. 57ാമത്തെ മിനിറ്റിൽ ബെൽജിയം കളി പിടിച്ചു കഴിഞ്ഞു. ഒടുവിൽ USA താരത്തിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് ലുക്കാക്കു പന്ത് വീണ്ടും വലയിലേക്ക് എത്തിച്ചതോടുകൂടി ബെൽജിയം 1-4 തകർപ്പൻ വിജയത്തിലേക്ക് കടന്നുപോയി. USA മറ്റു ഹോസ്റ്റുമാരുടെ അതേ അവസ്ഥ, റൗണ്ട് ഓഫ് 6 നിന്ന് മുന്നോട്ട് കിടക്കാൻ പറ്റാതെ പുറത്തായിരിക്കുന്നു. ബെൽജിയം ഇനി വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 സ്പെയിനുമായിട്ട് ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.